إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون സ്നേഹധീനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദി ഫദ്ലൻ അൻ കുത്താബിന്നാസ്. ജനങ്ങളുടെ കർമ്മങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾക്ക് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ഭൂമിയിൽ ചുറ്റി നടക്കുന്ന കുറേ മലക്കുകളുണ്ട്, ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മലക്കുകളുണ്ട്. ഫഇദാ വജദു അഖ്വാമൻ യദ്കുറൂനല്ലാഹ് തനാദൗ. അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ അവർ കണ്ടാൽ അവർ പരസ്പരം വിളിച്ചു പറയും, ആ മലക്കുകൾ പരസ്പരം വിളിച്ചു പറയും, ഹലുമ്മു ഇലാ ബുഗ്യതികും. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, നിങ്ങൾ ലക്ഷ്യം വെച്ച കാര്യം അതിവിടെയുണ്ട്, അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും.
അങ്ങനെ അവർ മലക്കുകൾ ഫയജീഊന ഫയഹുഫൂന ബിഹിം ഇലസ്സമാഇ ദുനിയാ, മലക്കുകൾ ആ സദസ്സിൽ വന്നുകൊണ്ട് റബ്ബിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന, റബ്ബിനെക്കുറിച്ച് പഠിക്കുന്ന, അവൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന അത്തരം സദസ്സുകൾ, അങ്ങനെ അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ചുകൂടലുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആ മലക്കുകൾ ഒരുമിച്ചുകൂടി അവർ ആ സദസ്സിനെ വലയം ചെയ്യും. ഏതുവരെ വലയം ചെയ്യും? ഇലസ്സമാഇ ദുനിയാ, ദുനിയാവിലെ ആകാശം വരെ അവർ ചുറ്റി പൊതിഞ്ഞ് അട്ടിയട്ടിയായി നിൽക്കും. ദുനിയാവിലെ ആകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആകാശം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും, അയ്യു ഷൈഇൻ തറക്തും ഇബാദി യസ്നഊൻ, എൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നതായിക്കൊണ്ടാണ് നിങ്ങൾ കണ്ടത്? അപ്പോൾ മലക്കുകൾ പറയും, റബ്ബേ അയ്യു ഷൈഇൻ തറക്തും ഇബാദി യസ്നഊൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, തറക്നാഹും യഹ്മദൂനക വയുമജ്ജിദൂനക വയദ്കുറൂനക. റബ്ബേ, അവരെ ഞങ്ങൾ കണ്ടത് അവർ നിന്നെ സ്മരിക്കുകയും നിന്നെ പുകഴ്ത്തുകയും നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ കണ്ടത്. അപ്പോൾ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അവരെന്നെ അങ്ങനെ സ്മരിച്ചവരെ ഒരുമിച്ച് കൂടാൻ അവരെന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അല്ലാഹു വീണ്ടും ചോദിക്കും, കൈഫ ലൗ റഔനി, അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവരെന്നെ കാണാതെ തന്നെ എന്നെ സ്മരിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, എന്നെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. അവരെങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിലോ? അപ്പോൾ മലക്കുകൾ പറയും, ലൗ റഔക ലകാനു അശദ്ദ തഹ്മീദൻ വഅശദ്ദ തംജീദൻ വഅശദ്ദ ലക ദിക്റാ. റബ്ബേ, അവരെങ്ങാനും നിന്നെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ അവരിപ്പോൾ നിന്നെ പുകഴ്ത്തുന്നതിനേക്കാളും നിന്നെ പുകഴ്ത്തും, നിന്നെ വാഴ്ത്തുന്നതിനേക്കാളും നിന്നെ വാഴ്ത്തും. അവർ ഇപ്പോൾ നിന്നെ സ്മരിക്കുന്നതിനേക്കാളും ശക്തമായി അവർ നിന്നെ സ്മരിക്കുന്നവരായിരിക്കും. അപ്പോൾ അല്ലാഹു തിരിച്ചവരോട് ചോദിക്കും, വഅയ്യു ഷൈഇൻ യത്ലുബൂൻ, അങ്ങനെയാണെങ്കിൽ അവരെന്താണ് എന്നോട് തേടുന്നത്? എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ യത്ലുബൂനൽ ജന്ന, അവർ സ്വർഗമാണ് റബ്ബെ തേടുന്നത്. അപ്പോൾ റബ്ബ് അവരോട് തിരിച്ചു ചോദിക്കും, ഹൽ റഔഹ, ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയും, ഇല്ല റബ്ബെ, അവർ കണ്ടിട്ടില്ല. അല്ലാഹു തിരിച്ചു ചോദിക്കും, ഫകൈഫ ലൗ റഔഹ, ആ സ്വർഗമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പോൾ മലക്കുകൾ പറയും, റബ്ബേ ലൗ റഔഹ ലകാനു അശദ്ദ ലഹാ തലബൻ വഅശദ്ദ അലൈഹാ ഹിർസാ. അല്ലാഹുവേ, അവരെങ്ങാനും ആ സ്വർഗം കണ്ടിരുന്നെങ്കിൽ അവർ ശക്തമായി അതിനെ ചോദിക്കുമായിരുന്നു, അത് ലഭിക്കുവാൻ അതിയായി താല്പര്യമുള്ളവരാകുമായിരുന്നു. അപ്പോൾ മലക്കുകളോട് വീണ്ടും റബ്ബ് ചോദിക്കും, ഫമിൻ അയ്യി ഷൈഇൻ യതഅവ്വദൂൻ, അങ്ങനെയാണെങ്കിൽ അവർ എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മലക്കുകൾ പറയും, റബ്ബേ മിനന്നാർ, യതഅവ്വദൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്നാണ് എന്നോട് രക്ഷ തേടുന്നത്. അപ്പോൾ റബ്ബ് തിരിച്ചു ചോദിക്കും, ഫഹൽ റഔഹ, ആ നരകം അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, നരകം അവർ കണ്ടിട്ടില്ല. അല്ലാഹു തിരിച്ചു ചോദിക്കും, ഫകൈഫ ലൗ റഔഹ, ആ നരകത്തിൻ്റെ തീനാളങ്ങളെങ്ങാനും അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടിരുന്നെങ്കിൽ, അതിൻ്റെ കാഠിന്യം അവർ കണ്ടറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? മലക്കുകൾ പറയും, റബ്ബേ ലൗ റഔഹ ലകാന അശദ്ദ മിൻഹാ ഖൗഫ അശദ്ദ മിൻഹാ ഹറബ. റബ്ബേ, അവർ ശക്തമായി നരകത്തെ ഭയപ്പെടുന്നവരായിരിക്കും, അവർ വളരെയധികം നരകത്തിൽ നിന്നും ഓടി അകലുന്നവരായിരിക്കും, നരകമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ച് മലക്കുകളോട് പറയും, ഫഇന്നീ ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹും, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാനിതാ പറയുന്നു, അവരുടെ പാപങ്ങളെല്ലാം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മലക്കുകൾ അന്താളിച്ചു പോകും. മലക്കുകൾ പറയും, റബ്ബേ ഇന്ന ഫീഹിം ഫുലാനൻ അൽ ഖത്താ ലം യുരിദുഹും ഇന്നമാ ജാഅഹും ലഹാജ. റബ്ബേ, അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാൾ വളരെയധികം പാപിയാണ്, വലിയ തെറ്റുകാരനാണ്, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള അവരുടെ കൂട്ടത്തിലുണ്ട്. അയാൾ ആ സദസ്സിലേക്ക് വന്നത് നിന്നെ പ്രതീക്ഷിച്ചിട്ടല്ല, നിന്നെ സ്മരിക്കുവാൻ വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടിയല്ല, നരകത്തിന് രക്ഷപ്പെടാനല്ല. ഇന്നമാ ജാഅഹും ലഹാജ, ദുനിയാവിൽ എന്തോ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ സദസ്സിൽ വന്നതാണ്, അല്ല നിന്നെ ഉദ്ദേശിച്ച് വന്നതൊന്നല്ല. അപ്പോൾ തിരിച്ച് റബ്ബ് എന്താ പറയാം?
ഹുമുൽ ഖൗം ലാ യഷ്ഖാ ലഹും ജലീസുൻ. എന്നാലും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളവന് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ലഹും ജലീസ്. ആ സംഘത്തിന്റെ പ്രത്യേകത അവരുടെ കൂടെ ഇരുന്ന ഒരാളും ദൗർഭാഗ്യവാനാവുകയില്ല എന്നതാണ്. അവരുടെ കൂടെ കൂടിയാൽ മതി, അവർക്ക് ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. റബ്ബിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടലുകളിൽ അതിൻ്റെ ഭാഗമായാൽ തന്നെ മതി, അവർക്ക് ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. അവരുടെ പാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തരികയാണ്. സഹോദരന്മാരെ, റബ്ബിൻ്റെ ദീന് പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, ദീനുമായി ബന്ധപ്പെട്ട ഒരുമിച്ച് കൂടലുകളിൽ, സദസ്സുകളിൽ അവരുടെ കൂടെ കൂടിയാൽ തന്നെ വമ്പിച്ച പ്രതിഫലമാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തദാറസുൽ ഇൽമി സഅതൻ മിനൽ ലൈലി ഖൈറും മിൻ ഇഹ്യാഇഹാ. രാത്രിയിൽ കുറച്ച് സമയം ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്ത് പഠിക്കലാണ് അത്രയും സമയം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമായത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാനായ വഹ്ബ് ബിൻ മുനബ്ബിഹ് താബിഈ വര്യനാണ്, അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, മജ്ലിസുൻ യതനാസഉ ഫീഹിൽ ഇൽമു അഹബ്ബു ഇലയ്യ മിൻ ഖദ്രിഹി സ്വലാഹ്. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട അറിവ് ചർച്ച ചെയ്യുന്ന സദസ്സാണ് അത്രയും സമയം നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ലഅല്ല അഹദഹും യസ്മഉൽ കലിമ ഫയൻതഫിഉ ബിഹാ സനതൻ ഔ മാ ബഖിയ മിൻ ഉംരിഹി. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സദസ്സിൽ അവൻ കേൾക്കുന്ന ഒരു വാചകമായിരിക്കും അവൻ്റെ ജീവിതം മുഴുവൻ മാറുവാൻ കാരണമായി തീരുക. അതുകൊണ്ട് അങ്ങനെയുള്ള സദസ്സാണ് അത്രയും നേരം നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്ന് മഹാനായ താബിഈ വര്യൻ പറയുകയാണ്. മറ്റൊരു താബിഈയായ ഇമാം ഖതാദത്ത് ഇബ്നു ദിആമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബു മിനൽ ഇൽമി യഹ്ഫദുഹു റജുലു ലിസലാഹി നഫ്സിഹി വസലാഹി മൻ ബഅദഹു അഫ്ദലു മിൻ ഇബാദത്തി ഹൗലിൻ. ഒരു മനുഷ്യൻ പഠിക്കുന്ന വിജ്ഞാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ സ്വന്തം ജീവിതം നന്നാക്കുവാനോ അവന് ശേഷം വരാനുള്ള അവൻ്റെ ശേഷക്കാരുടെ ജീവിതം നന്നാക്കുവാനോ വേണ്ടി ഒരാൾ പഠിക്കുന്ന ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അഫ്ദലു മിൻ ഇബാദത്തി ഹൗലിൻ, ഒരു വർഷം മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അത് ഉത്തമമാണ്. മഹാനായ സുഫ്യാനു സൗരി റഹിമഹുല്ലാ പറഞ്ഞു, മാ അഅലമു അമലൻ അഫ്ദല മിൻ തലബിൽ ഇൽം വഹിഫ്ളിഹി ലിമൻ അറാദല്ലാഹു തആല ബിഹി ഖൈറ. അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്നതിനേക്കാളും അത് മനപ്പാടമാക്കുന്നതിനേക്കാളും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ഒരാൾക്ക് അതിനേക്കാളും നല്ലൊരു കർമ്മം എനിക്കറിയുകയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു വാചകത്തിൽ കാണാൻ സാധിക്കും, ലൈസ അമലുൻ ബഅദൽ ഫറാഇദി അഫ്ദലു മിൻ തലബിൽ ഇൽം. ഫറായിദുകൾക്ക് ശേഷം, നിർബന്ധമായി നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങൾക്ക് ശേഷം ദീന് പഠിക്കുന്നതിനേക്കാളും നല്ല ഒരു കർമ്മം മറ്റൊന്നില്ല തന്നെ എന്നെല്ലാം മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, അതിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച പ്രതിഫലവും മഹത്വവുമാണ് അതിന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചമാകലം സൃഷ്ടിച്ചത് തന്നെ, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ തന്നെ ലക്ഷ്യം പറഞ്ഞ സമയത്ത് സൂറത്തു ത്വലാഖിൻ്റെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. അല്ലാഹു ആകുന്നു 7 ആകാശങ്ങൾ സൃഷ്ടിച്ചവൻ, അതുപോലെ തത്തുല്യമായി ഭൂമികളെ സൃഷ്ടിച്ചവൻ. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആ ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ലിതഅലമു, നിങ്ങൾ അറിയുവാനാണ്, നിങ്ങൾ പഠിക്കുവാനാണ്. അള്ളാഹു എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ളവനാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് റബ്ബിനെക്കുറിച്ച് നിങ്ങൾ അറിയുവാനും പഠിക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ മുഴുവൻ സംവിധാനിച്ചത് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ലാ തരീഖ ഇലാ മഅരിഫത്തില്ലാഹി വ ഇലൽ വുസൂലി ഇലാ റിദ്വാനിഹി വൽ ഫൗസി ബിഖുർബിഹി വ മുജാവറതിഹി ഫിൽ ആഖിറ. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുവാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുവാൻ, അള്ളാഹുവിൻ്റെ അടുപ്പം നേടിയെടുക്കുവാൻ, പരലോകത്ത് റബ്ബിൻ്റെ കൂടെയായിരിക്കുവാൻ, ഇല്ലാ ബിൽ ഇൽമി നാഫിഇ അല്ലദീ ബഅസല്ലാഹു ബിഹി റുസുലഹു വഅൻസല ബിഹി കുതുബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിച്ച, പ്രവാചകന്മാരെ നിയോഗിച്ച അറിവ് പഠിക്കുകയല്ലാതെ അതിനേക്കാളും നല്ല ഒരു മാർഗം റബ്ബിൻ്റെ സാമീപ്യം നേടുവാൻ
മറ്റൊന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, അവൻ്റെ ദീനിനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും മുഖ്യമായത്. മഹാനായ അബൂ ഹിബ്ബാൻ അത്തൈമി റഹിമഹുല്ലാ താബിഈങ്ങളിൽ ഒരു മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, അൽ ഉലമാഉ സലാസ, പണ്ഡിതന്മാർ 3 വിഭാഗമാണ്. ആലിമുൻ ബില്ലാഹി ലൈസ ആലിമൻ ബിഅംരില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ, പക്ഷേ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ കുറിച്ച് അവൻ അറിവില്ല. വ ആലിമുൻ ബിഅംരില്ലാഹി ലൈസ ആലിമൻ ബില്ലാഹ്, രണ്ടാമത്തെ ഒരു വ്യക്തി അല്ലാഹുവിൻ്റെ കൽപ്പനകളെ കുറിച്ച് അവൻ അറിയാം, പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് അവൻ അറിയുകയില്ല. വ ആലിമുൻ ബില്ലാഹി വ ബിഅംരില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചും അവൻ്റെ കൽപ്പനകളെ കുറിച്ചും, അതായത് ദീനിനെ കുറിച്ചും അറിവുള്ള മൂന്നാമത്തെ ഒരു വ്യക്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വ ആലിമുൻ ബില്ലാഹി വ ബിഅംരില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചും അവൻ്റെ കൽപ്പനകളെ കുറിച്ചും അറിവുള്ളവനാണ് ആലിം. ഫൽ ആലിമു ബില്ലാഹി അല്ലദീ യഖ്ഷല്ലാഹ്, ആരാണ് അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ? അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്നവൻ, അല്ലാഹുവിനെ കുറിച്ച് ഖശ്യത്തുള്ളവനാണ് അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ. വൽ ആലിമു ബിഅംരില്ലാഹി അല്ലദീ യഅരിഫുൽ ഹലാല വൽ ഹറാം, ഹലാൽ ഹറാമുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവനാണ് അല്ലാഹുവിൻ്റെ കൽപ്പനകളെ കുറിച്ച് അറിവുള്ളവൻ. മഹാനായ ഇമാം ശഅബി റഹിമഹുല്ലാ, അദ്ദേഹത്തെ ഒരു മനുഷ്യൻ വിളിക്കുകയാണ്, യൽ ആലിം, യാ അയ്യുഹൽ ആലിം, അല്ലയോ ആലിമേ എന്ന് വിളിച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇന്നമൽ ആലിമു മൻ യഖ്ഷല്ലാഹ്, ആലിം എന്ന് പറഞ്ഞാൽ റബ്ബിനെ ഭയമുള്ളവർ മാത്രമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഖഫാ ബി ഖശ്യത്തില്ലാഹി ഇൽമാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ അത് തന്നെയാണ് അറിവ്. വഖഫാ ബിൽ ഇഗ്തിറാരി ബില്ലാഹി ജഹ്ല, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ അതിരറ്റ് പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വഞ്ചിതനായി ജീവിക്കുന്നവർ തന്നെയാകുന്നു വിഡ്ഢികൾ, വിവരമില്ലാത്തവർ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവെക്കുറിച്ചുള്ള എത്രത്തോളം അറിവ് നമുക്കുണ്ടോ അതിൻ്റെ തോതനുസരിച്ചാണ് റബ്ബിനെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാവുക, അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ഖശ്യത്തുണ്ടാവുക, ഭയമുണ്ടാവുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖശ്യത്തുണ്ടെങ്കിലാണ് സഹോദരന്മാരെ പരലോകത്ത് രക്ഷപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ നിന്ന് ഉലമാക്കൾ മാത്രമാണ്, അറിവുള്ളവർ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ഇന്നി ലഅഅലമുഹും ബില്ലാഹ്, ഫവല്ലാഹി ഇന്നി ലഅഅലമുഹും ബില്ലാഹ്, അള്ളാഹുവാണ് സത്യം, ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അധികം അറിവുള്ളവൻ. അള്ളാഹുവിൻ്റെ അടിമകളിൽ റബ്ബിനെക്കുറിച്ച് ഏറ്റവും അറിയുക എനിക്കാണ്. വഅശദ്ദുഹും ലഹു ഖശ്യ, അതുകൊണ്ട് തന്നെ ഞാനാണ് അവനോട് ഏറ്റവും അധികം ഭയമുള്ളവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റബ്ബിനെക്കുറിച്ചുള്ള ഭയമുണ്ടാകണമെങ്കിൽ, യഥാർത്ഥ ഖശ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, അള്ളാഹുവിനെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്, അവൻ്റെ ഇഷ്ടം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ് സഹോദരന്മാരെ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെയാണ് റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത്? നമുക്ക് തോന്നിയതുപോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, ഞാൻ എങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഈ വുളൂ ചെയ്തതുപോലെ ആര് വുളൂ ചെയ്യുന്നു അങ്ങനെ വുളൂ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾ വുളൂ ചെയ്താൽ, വമൻ സല്ലാ കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾ നിസ്കരിച്ചാൽ എന്താണ് അവനുള്ള പ്രതിഫലം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമൽ, അവൻ്റെ മുൻകഴിഞ്ഞ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കർമ്മത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതുപോലെ ചെയ്യണം, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഞാൻ ദിനേന നിർവഹിക്കേണ്ട എൻ്റെ നിർബന്ധ ബാധ്യതയായ നിസ്കാരത്തിൻ്റെ അഹ്കാമുകളെക്കുറിച്ച്, അതിൻ്റെ ഷർത്തുകളെക്കുറിച്ച്, അതിൻ്റെ ഫർളുകളെക്കുറിച്ച്, അതിൻ്റെ ബാധ്യതകളെക്കുറിച്ച്, അതിൽ വരാൻ സാധ്യതയുള്ള പിഴവുകളെക്കുറിച്ച് എത്ര കണ്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും
മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായ ഇബാദത്തിൽ ഏറ്റവും മുഖ്യമായ അതിൽ രക്ഷപ്പെട്ടാൽ മറ്റെല്ലാം രക്ഷപ്പെടുമെന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ നിർബന്ധ ബാധ്യതയായ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നമ്മളിതിന് സമയവും അധ്വാനവും മാറ്റിവെച്ചിട്ടുണ്ടോ? നമ്മളതിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സഹോദരന്മാരെ, വമ്പിച്ച നഷ്ടമാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിൽ ഒന്നാമത്തെ ബാധ്യത തന്നെ നമ്മൾ അതിൽ വീഴ്ച വരുത്തിയവരായി തീരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, എൻ്റെ ഓരോ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം തന്നെയാണോ എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മനസ്സിരുത്തുകയും ചെയ്യുവാൻ വേണ്ടി നമ്മൾ സമയവും അധ്വാനവും മാറ്റിവെക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ മരണം വരെ യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളായി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ പഠിച്ചും അറിഞ്ഞും ചെയ്യണം, നിർവഹിക്കണം. അപ്പോൾ മാത്രമാണ് റബ്ബ് അത് ഇഷ്ടപ്പെടുക, തൃപ്തിപ്പെടുക. അങ്ങനെ മാത്രമാണ് റബ്ബിനോടുള്ള ബാധ്യതകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ക്രയവിക്രയങ്ങൾ, സാമ്പത്തികമായ ഇടപാടുകൾ, കച്ചവടങ്ങൾ, ഈ വിഷയത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മതപരമായ വിധികളെക്കുറിച്ച്, വിലക്കുകളെക്കുറിച്ചുള്ള അവബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഇബാദത്തുകളെക്കുറിച്ച് മാത്രമല്ല, മുആമലാത്തുകളെക്കുറിച്ചും അറിയണം, പഠിക്കണം. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മദീനയിലെ അങ്ങാടികളിലൂടെ അദ്ദേഹം നടക്കും. എന്നിട്ട് കച്ചവടക്കാരോട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട്, വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം അവർക്ക് അറിയില്ല എന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടാകും, അടിച്ച് പായിപ്പിക്കും. അങ്ങാടിയിൽ നിന്ന് അടിച്ച് പായിപ്പിച്ചിട്ട് ഓടിച്ചിട്ട് പറയും, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ഹലാല് ഹറാമുകളെക്കുറിച്ച് പഠിക്കുന്നവനല്ലാതെ, അറിഞ്ഞവനല്ലാതെ നമ്മുടെ അങ്ങാടികളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. വഇല്ല അകല റിബ ഷാഅ അം അബ. അങ്ങനെ പഠിക്കാതെ കച്ചവടത്തിനും ഇടപാടുകൾക്കും ഇറങ്ങിയാൽ അവൻ അറിഞ്ഞോ അറിയാതെയോ പലിശ ഭുജിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറിബ ബിദ്ഉൻ വസബ്ഊന ബാബ വശിർക്കു മിസ്ലു ദാലിക്. പലിശ 70 ചില്ലാനം ശാഖകളുണ്ട്, ഷിർക്കും അതുപോലെ തന്നെയാണ്. സഹോദരന്മാരെ, എത്ര പലിശ നമുക്കറിയാം. പലിശയുടെ എത്ര ഇനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് പലിശയായി പ്രമാണങ്ങൾ പഠിപ്പിച്ച ഇടപാടുകൾ, രീതികൾ അത് കടന്നു വരുന്നില്ല നമുക്ക് ഉറപ്പാണോ? 70 ചില്ലാനം ശാഖകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന ഒരുപാട് തരത്തിലുള്ള ക്രയവിക്രയങ്ങളിൽ ഹറാമ് കലർന്ന രീതികളാണ് പലതും. നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന 70 ചില്ലാനം ശാഖകളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സാമ്പത്തിക രംഗം അത് ഹലാൽ കൊണ്ട് നമ്മൾ സംശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ താക്കീത് എത്ര ശക്തമാണ് അല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും, ഹറാമ് ഭുജിച്ചുണ്ടാക്കിയ മാംസം, ശരീരം നരകമാണ് ഏറ്റവും അർഹമായത്. സഹോദരന്മാരെ, നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ഹറാമുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നമ്മൾ ഇടപെടുന്നുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് പരിശോധിക്കുക. നമ്മുടെ കച്ചവട ഇടപാടുകളിൽ, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഹറാമുകൾ കടന്നു വരുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തുക. മഹാനായ അത്താ അൽ ഖുറാസാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, മജാലിസു ദിക്രി മജാലിസുൽ ഹലാലി വൽ ഹറാം. ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റിൻ്റെ മജ്ലിസ് ഹലാല് ഹറാമുകൾ ചർച്ച ചെയ്യുന്ന സദസ്സാണ് ദിക്റിൻ്റെ മജ്ലിസ്. കൈഫ തശ്തരി, നീ എങ്ങനെയാണ് വാങ്ങേണ്ടത്? വ കൈഫ തബീ, നീ എങ്ങനെയാണ് വിൽക്കേണ്ടത്? വ തുസല്ലി വ തുസൂം, നീ എങ്ങനെ നിസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പെടുക്കേണ്ടത്, എങ്ങനെ വിവാഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൊലാഖ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സുകളാണ് ദിക്റിൻ്റെ സദസ്സുകൾ എന്ന് മഹാനായ താബീ വര്യൻ പറയുകയാണ്.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിയാദുൽ ജന്നത്തി ഹിലഖുൽ ദിക്ർ, സ്വർഗ്ഗത്തിലെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ ഹലഖകളാണ്. എന്താ ദിക്റിന്റെ ഹലഖ? എന്താ ദിക്റിന്റെ ഹലഖ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാം, അമാ ഇന്നി ലാ അഅനിൽ ഖുസ്സാസ്, കുറെ കഥ പറയുന്ന സദസ്സല്ല ദിക്റിന്റെ ഹലഖ എന്ന് പറഞ്ഞാൽ, കുറെ കഥ പറയുന്ന സദസ്സുകളല്ല ദിക്റിന്റെ ഹലഖ എന്ന് പറഞ്ഞാൽ, വലാകിൻ ഹിലഖുൽ ഫിഖ്, ദീന് പഠിക്കുന്ന സദസ്സാണ് ദിക്റിന്റെ ഹലഖകൾ, ദീന് ചർച്ച ചെയ്യുന്ന സദസ്സുകളാണ് ദിക്റിന്റെ ഹലഖകൾ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ദീനിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ നമ്മൾ പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമ, എന്തെങ്കിലും ഒരു ഖൈർ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ കാന കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹജ്ജതു, പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അതിൻ്റെ പേരിൽ അവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ദീൻ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബത്തൊക്കെ ആ വിഷയത്തിൽ കാണിച്ചിരുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും അതിലവർ കാണിച്ചിരുന്ന താല്പര്യത്തിൻ്റെയും ചരിത്രങ്ങൾ അതൊന്ന് മനസ്സിരുത്തിയാൽ നമ്മുടെ ജോലി നമുക്ക് തടസ്സമാവുകയില്ല, നമ്മുടെ തിരക്കുകൾ നമുക്ക് തടസ്സമാവുകയില്ല. ഈ പറഞ്ഞ ജോലിയും തിരക്കും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു മുൻഗാമികൾ, സഹാബിമാർ, താബിഈങ്ങൾ. അതിനിടയിൽ തന്നെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെല്ലാം സമയം കണ്ടുകൊണ്ട് തന്നെ അവർ ദീന് പഠിക്കുവാൻ സമയവും അധ്വാനവും മാറ്റിവെച്ചിരുന്നു. നമ്മളും അതിനുവേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ യഥാർത്ഥ ജീവിതം സഹോദരന്മാർ പരലോകത്താണ്. ഇത് പരീക്ഷണ ജീവിതം മാത്രമാണ്. അള്ളാഹു കേവല പരീക്ഷണത്തിന് വേണ്ടി സംവിധാനിച്ച ജീവിതം മാത്രമാണ്. പരീക്ഷണത്തിന് വേണ്ടി വന്ന നമ്മൾ എന്തിനു വേണ്ടി പരീക്ഷിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് മറന്നുകൊണ്ട് ഇവിടെ ആസ്വദിക്കാനും ഇവിടെ അഭിരമിക്കാനും ജീവിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ അതിനുവേണ്ടി സമയവും അധ്വാനവും മാത്രം അതിനുവേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ മണ്ടത്തരവും മൂട്ടത്തരവും മറ്റെന്താണ് സഹോദരന്മാരെ? അതുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുവാൻ, പഠിക്കുവാൻ, ജീവിതം അങ്ങനെ ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വ്യത്യസ്ത തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമെല്ലാം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശാശ്വതമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരെയും നമ്മെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായതും അല്ലാത്തതുമായ വ്യത്യസ്ത പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങൾക്കും ശാശ്വതമായ ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅജിർ വാലിദൈനാ മിനന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അർഹമിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.